തിങ്കളാഴ്ച പാർലമെന്റിൽ രാഹുൽ ഗാന്ധി രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയത്തിന്മേലുള്ള തന്റെ പ്രസംഗത്തിൽ മുൻ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ നരവണയുടെ പുസ്തകത്തിൽ മോദിയെക്കുറിച്ചും അമിത്ഷായെക്കുറിച്ചും രാജ്നാഥ് സിംഗിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രതിപാദിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരു മിനിറ്റ് പോലും പ്രസംഗിക്കാൻ സമ്പൂർണ്ണ പക്ഷപാതിയായ സ്പീക്കർ ഓം ബിർളയും രാജ്നാഥ് സിംഗും അമിത്ഷായും കിരൺ റിജിജുവും ഉൾപ്പെടെയുള്ള BJPയിലെ MP-മാരും സമ്മതിച്ചില്ല. അദ്ദേഹത്തെ പ്രസംഗിക്കാൻ അനുവദിച്ച മുഴുവൻ സമയവും സ്പീക്കറും ഇവരെല്ലാവരും മാറി മാറി എഴുന്നേറ്റ് നിന്ന് രാഹുൽ ഗാന്ധി ആ പുസ്തകത്തിലെ ഭാഗം പ്രതിപാദിക്കുന്നത് തടയുന്നതിനു വേണ്ടി ഒച്ചയിടുകയായിരുന്നു. അതിന് ന്യായമായി ഇവർ എല്ലാവരും പറഞ്ഞത് ഇത് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമാണ്, പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ ഭാഗങ്ങൾ സഭയിൽ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അമിത്ഷാ ആകട്ടെ നരവനെ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവരെ പോലെ പേടിച്ചുതൂറുകളായ വിവരമില്ലാത്ത ആളല്ല രാഹുൽ ഗാന്ധി എന്ന് അവർ മറന്നു. പിറ്റേ ദിവസം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എത്തിയത് നരവനയുടെ ആ പുസ്തകവുമായിട്ടാണ്. പ്രസിദ്ധീകരിക്കാത്തത് എന്ന് ഇവർ പറഞ്ഞ ആ പുസ്തകവുമായി രാഹുൽ ഗാന്ധി വരുന്ന കാര്യങ്ങളും പത്രലേഖകർ എല്ലാം അദ്ദേഹത്തെ പൊതിയുന്നതും നമുക്ക് വ്യക്തമായി അവലോകനം ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ ഒരു മിനിറ്റ് പോലും സംസാരിക്കാൻ അനുവദിക്കാതെ ഭരണകക്ഷി അംഗങ്ങൾ, അത് ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ സമയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ഒച്ചയിടുക എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ് രാഹുൽ ഗാന്ധിയെ സവർക്കറുടെ പിൻഗാമികളായ ഇവർ ഭയപ്പെടുന്നത് എന്ന് വ്യക്തമാണല്ലോ. അവർ മാത്രമല്ല, സ്പീക്കറും തികഞ്ഞ പക്ഷാഭേദത്തോടെയാണ് കൈയും മെയ്യും മറന്ന് അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാത്തത്. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ കാര്യങ്ങൾ പ്രതിപാദിക്കരുത് എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന പ്രതിരോധം. എന്നാൽ രാഹുൽ ഗാന്ധി പിറ്റേ ദിവസം ആ പുസ്തകവുമായാണ് പാർലമെന്റിൽ എത്തിയത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതാണ്. ആമസോൺ മുൻകൂർ ഓർഡർ എടുത്തതാണ്. ആമസോണിൽ ആ പുസ്തകത്തിന്റെ ലിസ്റ്റിംഗ് ആണ് ഇത്. 2024 മെയ് 1 ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കാണിച്ചിട്ടുണ്ട്. 448 പേജ് ആണ് ഈ പുസ്തകത്തിനുള്ളത്. ഇംഗ്ലീഷിലുള്ളതാണ് ഈ പുസ്തകം. ഇതിന്റെ പബ്ലിഷേഴ്സ് പെൻഗ്വിൻ ബുക്സ് ആണ്. അതിന്റെ സൈസ് വരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള ഏതാനും വരികളാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറയാൻ ശ്രമിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ മുൻ ആർമി ചീഫ് ഓഫ് സ്റ്റാഫിനെ ഈ പുസ്തകം വിൽക്കുന്നത് മോദി സർക്കാർ തടഞ്ഞു. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഉള്ള പലരും ഈ പുസ്തകത്തിന്റെ കോപ്പികൾ വാങ്ങിയിരുന്നു. അങ്ങനെയായിരിക്കണം രാഹുൽ ഗാന്ധിക്ക് ഇതിന്റെ കോപ്പി ലഭിച്ചത്. അദ്ദേഹം ഈ പുസ്തകവുമായി കടന്നു വരുമ്പോൾ മാധ്യമപ്രവർത്തകരെ അദ്ദേഹം അത് കാണിക്കുന്ന രംഗങ്ങളാണ് ഇത്. ചൈന കടന്നു കയറിയപ്പോൾ നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്തുകൊള്ളൂ എന്ന് മോദി സൈന്യത്തോട് പറഞ്ഞ കാര്യമാണ് രാഹുൽ ഗാന്ധി ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ച് പറയുന്നത്. 100 കണക്കിന് പത്രലേഖകരാണ് അദ്ദേഹത്തെ പൊതിഞ്ഞത്. ഇത് കണ്ടോ അദ്ദേഹം ആ പുസ്തകവുമായി നിവർത്തിപ്പിടിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. പാർലമെന്റിന്റെ മുന്നിൽ ആമസോണിന്റെ ലിസ്റ്റിംഗിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഹാർഡ് കവർ ആണ് ഈ പുസ്തകം. ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ, 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആൻഡ് ഓട്ടോബയോഗ്രഫി ഹാർഡ് കവർ. ഇതാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്തത് എന്ന് സഭയിൽ പച്ചയ്ക്ക് നുണ പറഞ്ഞത്. സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ സഭയിൽ യാതൊരു നാണവുമില്ലാതെ പച്ചയ്ക്ക് നുണ പറഞ്ഞത്. രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ചൈനയ്ക്ക് മുന്നിൽ മോദി സർക്കാർ അടിയറവ് വെച്ചത് ഇതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ എന്ന് സൈന്യത്തോട് പറഞ്ഞു. ചൈന കടന്നു കയറിയപ്പോൾ ചൈനീസ് സൈന്യം ഇന്ത്യൻ പട്ടാളക്കാരെ തല്ലിക്കൊന്നപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളൂ. അതും 2 മണിക്കൂർ നേരത്തേക്ക് സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രതിരോധ മന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും മാറി മാറി ചോദിച്ചിട്ട് അവർ ഒരു പ്രതികരണവും ഒരു മറുപടിയും നൽകിയില്ല. അവസാനം 2 മണിക്കൂറിന് ശേഷം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളൂ എന്ന്. ഈ പുസ്തകവുമായി രാഹുൽ ഗാന്ധി വരുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊള്ളൂ. राहुल गांधी आ रहे हैं, अभी धरने पर बैठे सांसदों के साथ। Government has said this book does not exist. Rajnath Singh ji has said this book does not exist. Every youngster in India should see this book.
ഗവൺമെന്റ് പറയുന്നത് ഈ പുസ്തകം നിലവിലില്ല എന്നാണ്. രാജ്നാഥ് സിംഗ് പറഞ്ഞു ഈ പുസ്തകം നിലവിലില്ല എന്ന്. ഇന്ത്യയിലുള്ള എല്ലാവരും ഇത് കാണേണ്ടതാണ്. This is नारावाने book. नारावाने की किताब है. इसमें उन्होंने पूरा अकाउंट लिखा है. सर हाथ नीचे करो थोड़ा, हाथ नीचे करो थोड़ा. लद्दाख का जो अकाउंट था भाई इससे ऊपर करो. और मुझे कहा गया है कि मैं इस बुक को कोट नहीं कर सकता हूँ, बट यहाँ पे पूरा लिखा है. ഇതാണ് നരവണയുടെ ആ ബുക്ക്. ഇതിൽ അദ്ദേഹം ചൈന കടന്നു കയറിയപ്പോൾ സംഭവിച്ച എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു ഈ ബുക്കിനെ പ്രതിപാദിച്ച് പറയാൻ പറ്റുകയില്ല എന്ന്. എന്നാൽ ഇവിടെയെല്ലാം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. यहाँ पे मेन लाइन है जो प्रधानमंत्री ने कही, जो उचित समझो वो करो. जब चीफ ऑफ आर्मी स्टाफ जनरल नारावाने ने राजनाथ सिंह जी को फोन किया और कहा कि देखिए कैलाश रिज पर चाइनीज टैंक्स आ गए हैं, हमारी टेरिटरी कैलाश रिज पर चाइनीज टैंक्स आ गए हैं, हमें क्या करना है. पहले राजनाथ सिंह जी ने उनको रिप्लाई नहीं किया. उन्होंने जयशंकर जी से पूछा, NSA से पूछा, राजनाथ सिंह जी से पूछा, कोई रिप्लाई नहीं. बुक ऊपर कर लीजिए. ഇവിടുത്തെ പ്രധാന ലൈൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഉചിതമായത് എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളൂ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്ര വലിയ ആക്രമണം രാജ്യത്തിനെതിരെ ഉണ്ടാവുമ്പോൾ പറഞ്ഞതാണ് ഇത്. നേതൃത്വത്തിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശമാണ് ഉണ്ടാവേണ്ടത്. അതിനു പകരം നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്തുകൊള്ളൂ എന്ന് 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം മറുപടി നൽകുക. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് മേജർ നരവണെ രാജ്നാഥ് സിംഗിനോട് ഫോൺ ചെയ്തു പറഞ്ഞു, കൈലാഷ് റിഡ്ജിൽ ചൈനീസ് ടാങ്കുകൾ വന്നു. ചൈനയുടെ മാരിടൈമിന്റെ കൈലാഷ് റിഡ്ജിൽ ചൈനീസ് ടാങ്കുകൾ ആക്രമിക്കാൻ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ എന്തു ചെയ്യണം? ആദ്യം രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിന് മറുപടി ഒന്നും നൽകിയില്ല. അദ്ദേഹം ജയശങ്കറോട് വിളിച്ചു ചോദിച്ചു, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറോട് ചോദിച്ചു, രാജ്നാഥ് സിംഗിനോട് ചോദിച്ചു. ഒരു മറുപടിയും ആരും നൽകിയില്ല. फिर उन्होंने राजनाथ सिंह जी ने कहा कि मैं टॉप से पूछता हूं. ऑर्डर था, स्टैंडिंग ऑर्डर था टॉप का कि अगर चाइनीज फोर्सेज अंदर आएंगी तो उनके बिना हमारे पूछे फायर नहीं करते. नरवणे जी और हमारी जो आर्मी थी, जो सेना थी, वो उन टैंक्स पर फायर करना चाहती थी क्योंकि वो टैंक्स हमारी टेरिटरी में आ गए. വീണ്ടും അദ്ദേഹം രാജ്നാഥ് സിംഗിനോട് ചോദിച്ചു. രാജ്നാഥ് സിംഗ് പറഞ്ഞു, ഞാൻ മുകളിലുള്ളവരോട് ചോദിക്കാം എന്ന്. മുകളിൽ നിന്നുള്ള ഓർഡർ എന്തായിരുന്നു എന്ന് വെച്ചാൽ ചൈനീസ് ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ കടന്നു കയറുമ്പോൾ ചോദിക്കാതെ ഫയർ ചെയ്യരുത് എന്നായിരുന്നു. നരവനെയും നമ്മുടെ സൈന്യവും ആ ടാങ്കുകളെ ഫയർ ചെയ്യാൻ ആഗ്രഹിച്ചു. കാരണം ആ ടാങ്കുകൾ ഇന്ത്യയുടെ അതിർത്തി ലംഘിച്ച് കടന്നു കയറി. नरेंद्र मोदी जी ने मैसेज दिया कि देखिए जो उचित समझो, मतलब नरेंद्र मोदी जी ने अपनी जिम्मेदारी पूरी नहीं. उन्होंने आर्मी चीफ से कहा कि देखो भैया आपको जो करना है करो, मेरी बस की नहीं. और आर्मी चीफ ने साफ, नरवणे जी ने साफ लिखा है इसमें, आई फेल्ट रियली अलोन, मैं बिल्कुल अकेला था, आई वॉज अबैंडन्ड बाय द एंटायर फैमिली. दिस इज व्हाट दे आर स्केयर्ड. നരേന്ദ്രമോദി സന്ദേശം നൽകി. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്താണ് ഉചിതം അത് ചെയ്തുകൊള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തുകൊള്ളൂ. ഇന്ത്യൻ അതിർത്തി ചൈനയുടെ പട്ടാളം കയ്യേറിയപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ് ഇത്. അതിനർത്ഥം നരേന്ദ്രമോദി സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റിയില്ല എന്നുള്ളതാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ, ആഭ്യന്തരമന്ത്രിയുടെ, പ്രതിരോധ മന്ത്രിയുടെ, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് സൈന്യത്തിന് വ്യക്തമായ നിർദ്ദേശം കൊടുക്കേണ്ടത്. മോദി ആർമി ചീഫിനോട് പറഞ്ഞു, സഹോദര, നിങ്ങൾ എന്താണെങ്കിൽ ചെയ്തുകൊള്ളൂ, ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല, ഒരു നിർദ്ദേശവും നൽകാനില്ല. ആർമി ചീഫ് ഇതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഞാൻ വളരെ ഒറ്റപ്പെട്ടു പോയി ഈ കാരണത്താൽ. ഇത്തരം വലിയ ഒരു സാഹചര്യത്തിൽ എന്നെ മോദി ഭരണകൂടം കൈവിട്ടു. ഇതാണ് അവർ ഭയപ്പെടുന്നത്. മേജർ നരവനെയോട് തന്റെ പുസ്തകം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യാത്തത്, വിൽക്കാൻ അനുവദിക്കാത്തത് എന്ന് ഒരു ലേഖകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് കേട്ടുകൊള്ളൂ. I just want to ask you why your first book was not cleared and published. Even I want to know that.
No, surely you must be doing something. No, it's up to the, as I said, my job was to write the book and give it to the publishers. It is for the publishers to get the permission from the MOD. They have given it to them and it is still under review. It's been under review for more than a year now. The publishers and the MOD are in constant contact with each other. So it's not for me, it's beyond, not for me to actually follow up. It is the publishers, the ball is in the publishers and the MOD court. ഒരു വർഷത്തിലധികമായി മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ റിവ്യൂവിലാണ് ഈ ബുക്ക് എന്നാണ് 6 മാസം മുൻപ് അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. മോദിയും രാജ്നാഥ് സിംഗും മോദി മന്ത്രിസഭ മുഴുവനും ചേർന്ന് അദ്ദേഹത്തിന്റെ ഈ ബുക്ക് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്നത് തടഞ്ഞു വെച്ചു. ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ കൂടി കേട്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. I don't think PM will have the guts to come to the Lok Sabha today. Because if he comes, I'm going to give him this book. So if PM comes, I will go physically and hand him this book. So he can read it. And उनको पता लग जाए कि उनकी सच्चाई क्या है, देश को पता लग जाए. Thank you. പ്രധാനമന്ത്രിക്ക് ഇന്ന് സഭയിൽ വരാൻ ധൈര്യം ഉണ്ടാവില്ല. വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ബുക്ക് നേരിട്ട് മോദിക്ക് നൽകും. മോദിക്ക് ഇത് വായിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. എന്നാൽ ഭയപ്പെട്ട് മോദി സഭയിൽ എത്തുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. മോദി സഭയുടെ 7 അയലത്ത് വന്നില്ല. സഭാ കവാടത്തിൽ വന്നപ്പോഴേക്കും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മോദിയോട് പറഞ്ഞു, രാഹുൽ ഗാന്ധി മേജർ നരവനെയുടെ പുസ്തകവുമായി വന്നിട്ടുണ്ട് എന്ന്. മോദി വന്ന വഴി തിരിച്ചോടുകയാണ് ചെയ്തത്. പിന്നെ മറ്റൊരു കാര്യം രാഹുൽ ഗാന്ധിയോട് എനിക്ക് പറയാനുള്ളത്, ഇംഗ്ലീഷിലുള്ള ഈ പുസ്തകം മോദിക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? ഇംഗ്ലീഷ് മോദിക്ക് ഒരക്ഷരം പോലും വായിക്കാൻ അറിയില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് അറിയില്ലേ? ഹിന്ദി പോലും ശരിയായി വായിക്കുവാൻ അറിയുമോ എന്ന് സംശയമാണ്. ഏതായാലും സംഘികളുടെയും മോദിക്കൂട്ടങ്ങളുടെയും എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ച് കൃത്യമായി ആ ബുക്കുമായിയാണ് രാഹുൽ ഗാന്ധി എത്തിയത്. പേടിച്ചെറണ്ട മോദി തന്റെ ചുരിദാറിൽ മുള്ളി അവിടുന്ന് കടന്നു കളഞ്ഞു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം സഭ്യമായ ഭാഷയിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ.